നമ്മൾ ഒരു പുതിയ വർഷത്തിന്റെ ആദ്യ മാസത്തിന്റെ അവസാന ആഴ്ചയിലാണ് വന്നു നിൽക്കുന്നത്. പലപ്പോഴും നമ്മൾ പുതിയ വർഷത്തോടുള്ള ബന്ധത്തിൽ പല തീരുമാനങ്ങളും എടുക്കും. പക്ഷെങ്കിൽ തീരുമാനങ്ങൾ മറക്കാൻ തുടങ്ങുന്ന ഒരു സമയമാണ് 3 ആഴ്ചകൾ കഴിയുക അല്ലെങ്കിൽ 4 ആഴ്ചകൾ കഴിയുക എന്ന് പറഞ്ഞാൽ. ഒരുപക്ഷെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ 31-ാം തീയതി രാത്രി നമ്മൾ സാക്ഷ്യം പറഞ്ഞപ്പോൾ ഈ വർഷം ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്യും എന്ന് നമ്മൾ തീരുമാനം എടുത്തു. പക്ഷെങ്കിൽ ഇന്ന് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ അതിൽ എത്ര കാര്യങ്ങൾ ഞാൻ അത് തുടർമാനമായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. എൻ്റെ തന്നെ ഒരു തീരുമാനമാണ് ഈ വർഷം ബൈബിൾ വായിച്ചു തീർക്കുക എന്നുള്ളത്. ഞാൻ 1-ാം തീയതി തൊട്ട് തുടങ്ങി. പക്ഷേ ഈ യാത്ര വന്നപ്പോൾ എൻ്റെ ഞാൻ എൻ്റെ പ്ലാനിങ് അനുസരിച്ച് മുമ്പോട്ട് പോകാൻ കഴിഞ്ഞില്ല. 4 ദിവസം പിന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെയൊക്കെയും സംഭവിക്കാൻ കഴിയുന്ന ഒരു സാധ്യതയാണ് നമ്മൾ തുടങ്ങി വെക്കുന്ന തീരുമാനങ്ങൾ കൃത്യമായി കൊണ്ടുപോകുവാൻ കഴിയാതെ പോവുക എന്നുള്ളത്. പണ്ട് ഞാൻ ഓർക്കുന്നു, നമ്മുടെ ടോണിയാണോ ജിബിയാണോ എന്ന് ഓർക്കുന്നില്ല, ഒരിക്കൽ പറഞ്ഞു, ചോദിച്ചാൽ ഞാൻ ഈ വർഷം തീരുമാനമൊന്നും എടുക്കുന്നില്ല. അപ്പം ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് തീരുമാനം എടുക്കാത്തത്? കഴിഞ്ഞ വർഷം ഞാൻ 5 തീരുമാനം എടുത്ത് ഒന്നും പാലിക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് ഈ വർഷം ഒരു തീരുമാനവും എടുക്കുന്നില്ല. പലപ്പോഴും നമ്മൾ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. തീരുമാനം എടുത്താൽ നടക്കത്തില്ല, അതുകൊണ്ട് തീരുമാനം എടുക്കാതിരിക്കുകയാണ് നല്ലത് എന്ന് നമ്മൾ ഒരുപക്ഷെ ചിന്തിക്കാം. എന്നാൽ നമ്മുടെ കർത്താവ് നമ്മളോട് പറഞ്ഞ ഒരു കാര്യം, ഒരൊറ്റ തീരുമാനം നമുക്ക് എടുക്കുവാൻ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ധന്യമായി തീരും. അതിനോട് ബന്ധപ്പെട്ടാണ് ഒരു ചെറിയ സന്ദേശം പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 42-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. ലൂക്കോസ് 10-ാം അധ്യായം 42-ാമത്തെ വാക്യം. എന്നാൽ അല്പമേ വേണ്ടു, അല്ല ഒന്ന് മതി. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു, അത് ആരും അവളോട് അപഹരിക്കുകയുമില്ല. അല്പമേ വേണ്ടു, അല്ല ഒന്ന് മതി. ഇവിടെ നമ്മുടെ കർത്താവ് തന്നെ പറയുകയാണ്, ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്, ഒരു കാര്യം അത് ഒഴിവാക്കാനാവാത്തതാണ്, ഒരു കാര്യം അത് നിത്യതയോളം വാല്യൂ ഉള്ളതാണ്. ആ ഒരു കാര്യത്തിൽ നമുക്കൊരു തീരുമാനം എടുക്കുവാൻ കഴിഞ്ഞാൽ തീർച്ചയായും നമ്മുടെ ജീവിതം ധന്യമായി തീരും എന്ന് നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയും. നമുക്കതിൻ്റെ പശ്ചാത്തലം, അതിൻ്റെ തൊട്ടു മുമ്പുള്ള വാക്യങ്ങൾ ചേർത്ത് വായിച്ചാൽ മനസ്സിലാകും. ഞാൻ 38 മുതലുള്ള വാക്യങ്ങൾ വായിക്കുന്നു. പിന്നെ അവർ യാത്ര പോകയിൽ അവൻ ഒരു ഗ്രാമത്തിലെത്തി. മാർത്ത എന്നുള്ള പേരുള്ള ഒരു സ്ത്രീ അവനെ വീട്ടിൽ കൈക്കൊണ്ടു. അവൾക്ക് മറിയ എന്ന ഒരു സഹോദരി ഉണ്ടായിരുന്നു. അവൾ കർത്താവിൻ്റെ കാൽക്കലിരുന്ന് അവൻ്റെ വചനം കേട്ടുകൊണ്ടിരുന്നു. മാർത്തയോ വളരെ ശുശ്രൂഷയാൽ കുഴങ്ങിയിട്ട് അടുക്കെ വന്ന്, കർത്താവേ, എൻ്റെ സഹോദരി ശുശ്രൂഷയ്ക്ക് തനിച്ച് എന്നെ വിട്ടിരിക്കുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? എന്നെ സഹായിക്കുവാൻ അവളോട് കൽപ്പിച്ചാലും എന്ന് പറഞ്ഞു. കർത്താവ് അവളോട്, മാർത്തയെ മാർത്തയെ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയും ഇരിക്കുന്നു. എന്നാൽ അല്പമേ വേണ്ടു, അല്ല ഒന്ന് മതി. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു, അത് ആരും അവളോട് അപഹരിക്കുകയുമില്ല. ഇവിടെ 2 കഥാപാത്രങ്ങൾ, ഒന്ന് മാർത്ത, 2 മറിയ. ഈ 2 കഥാപാത്രങ്ങൾക്കും 2 സമീപനങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും. ഒരാള് ശുശ്രൂഷയിൽ വ്യാപൃതയായി നിൽക്കുന്ന ഒരാള്, മറ്റേ ആള് ശ്രദ്ധിക്കുന്ന, കേൾക്കുന്ന ഒരു വ്യക്തി. എന്നാൽ അവസാനം അതിൽ ഒന്ന് വിലമതിക്കപ്പെടുന്നതായിട്ട് കാണുവാനായിട്ട് നമുക്ക് കഴിയും. ഈ ഭാഗം നമുക്ക് ഒറ്റ ഇരിപ്പിൽ വായിക്കുമ്പോൾ നമുക്ക് മാർത്തയോടൊരു സഹതാപം തോന്നും. കാരണം കർത്താവ് പറഞ്ഞത് മാർത്തയോട് അത്രയും പറഞ്ഞു വെച്ചാൽ കടുപ്പമായി പോയോ? നമുക്ക് നോക്കുമ്പോൾ ഈ ഭാഗം വായിച്ചാൽ 38-ാം വാക്യത്തിൽ വായിക്കുന്നത്, അവർ യാത്ര പോകയിൽ അവനൊരു ഗ്രാമത്തിലെത്തി. മാർത്ത എന്ന പേരുള്ള സ്ത്രീ അവനെ വീട്ടിൽ കൈക്കൊണ്ടു. കർത്താവ് അവിടെ ശുശ്രൂഷയ്ക്ക് നടന്നുകൊണ്ടിരുന്നപ്പം വീട്ടിൽ വരണമെന്ന് ക്ഷണിച്ചതാരാ? മാർത്തയാ ക്ഷണിച്ചത്. എന്നിട്ട് നമ്മൾ പിന്നീട് വായിക്കുമ്പോൾ മാർത്ത ചെയ്യുന്ന പല കാര്യങ്ങൾ കാണാൻ കഴിയുന്നു. കർത്താവിനെ ക്ഷണിച്ചത് മാർത്തയാണ്, വീട്ടിൽ കൈക്കൊണ്ടത് മാർത്തയാണ്, പിന്നീട് ഭക്ഷണം ഒരുക്കുന്ന ആരാ? അതും മാർത്തയാണ്, കഷ്ടപ്പെടുന്ന ആരാ? അതും മാർത്തയാണ്. പക്ഷെങ്കിൽ ഇത്രയും അധികം അധ്വാനിക്കുകയും ഇത്രയധികം കഷ്ടപ്പെടുകയും ചെയ്ത ഈ മാർത്തയ്ക്ക് അങ്ങനെ ഒരു അംഗീകാരം കിട്ടിയാൽ മതിയായിരുന്നോ എന്ന് നമുക്കൊരു ചോദ്യം ഉണ്ടാകാം. ഈ ഭാഗത്തുനിന്നൊരു വലിയ പാഠം നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയും. ഞാൻ കഴിഞ്ഞ ചില മാസങ്ങളായിട്ട് ഈ ഒരു ഭാഗം എൻ്റെ മനസ്സിൽ റിപ്പീറ്റഡായിട്ട് ചിന്ത വന്നുകൊണ്ടിരുന്നു.
എൻ്റെ തന്നെ ജീവിതത്തെ ഒന്ന് വിലയിരുത്തുവാൻ, ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുവാനായിട്ട് ഈ ഭാഗം മുഖാന്തരമായി തീർന്നു. നിങ്ങൾ അറിയുന്ന പോലെ ഞാൻ പൂർണ്ണസമയ സുവിശേഷ വേലയിലാണ് ആയിരിക്കുന്നത്. അപ്പോൾ പൂർണ്ണസമയം എന്ന് ഞാൻ ചിന്തിക്കുമ്പോൾ, നമ്മളൊരു പൂർണ്ണസമയം ഒരാൾ ജോലി ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഒരു ദിവസം 8 മണിക്കൂറെങ്കിലും ചെയ്യുക, അല്ലെങ്കിൽ ഒരു ആഴ്ചയിൽ 40 മണിക്കൂർ ജോലി ചെയ്യുന്ന ഒരാളാണ് പൂർണ്ണസമയമായിട്ട് നമ്മൾ വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പോൾ പൂർണ്ണസമയ വേലക്കാർ എന്ന് പറഞ്ഞാലും അതേപോലെ തന്നെ ഏറ്റവും കുറഞ്ഞത് ഒരാഴ്ച 40 മണിക്കൂറെങ്കിലും കർത്താവിൻ്റെ വേലയിൽ വ്യാപൃതരായിരിക്കണം എന്നുള്ളൊരു ചിന്ത, നിർബന്ധം എൻ്റെ മനസ്സിൽ ഉണ്ട്. അപ്പോൾ കഴിഞ്ഞ വർഷം ഞാൻ ഒത്തിരി കാര്യങ്ങളിൽ ബിസി ആയിട്ടിരുന്നു. സഭയുടെ പ്രവർത്തനങ്ങളുണ്ട്, അതുപോലെ ബൈബിൾ ടീച്ചിങ്ങുകളുണ്ട്, മീഡിയ മിനിസ്ട്രി ഉണ്ട്. അങ്ങനെ ഒത്തിരി കാര്യങ്ങളിൽ ചില ദിവസങ്ങളിൽ ഉറക്കളക്കേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ ധാരാളം കാര്യങ്ങൾ ഇങ്ങനെ ഇൻവോൾവ് ആയിട്ട് നിന്നു. പക്ഷെ ഈ ഒരു വേദഭാഗം വായിച്ചപ്പോൾ എൻ്റെ മനസ്സിനെ വളരെ കുത്തുന്ന ഒരു ചോദ്യം അവിടെ ഉണ്ടായി. നീ കർത്താവിന് വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട്, നീ കർത്താവിന് വേണ്ടി അധ്വാനിക്കുന്നുണ്ട്, പക്ഷെ കർത്താവിൻ്റെ കൂടെ ഇരിക്കുവാൻ നീ എത്ര സമയം ചെലവഴിക്കുന്നുണ്ട്? ഇവിടെ മാർത്തയുടെ കാര്യം നോക്കിയാൽ, മാർത്ത വളരെ അധ്വാനിക്കുകയാണ്, കർത്താവിനെ വിളിക്കുകയാണ്, കർത്താവിനെ ശുശ്രൂഷിക്കുകയാണ്, ഭക്ഷണം ഒരുക്കുകയാണ്, കഷ്ടപ്പെടുകയാണ്. പക്ഷെങ്കിൽ കർത്താവ് പറഞ്ഞ ഒരു വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്, അതിലെല്ലാം വിലമതിക്കപ്പെടുന്ന മറ്റൊരു കാര്യമുണ്ട്. ആ കാര്യം ഒഴിവാക്കിയതിന് ശേഷം നമ്മൾ കഷ്ടപ്പെടുന്നതിൽ വലിയ അർത്ഥമില്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇവിടെ 40-ാം വാക്യത്തിൽ എന്താണ് മാർത്തയുടെ പ്രശ്നമെന്ന് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അവിടെ പറയുന്നത്, മാർത്ത വളരെ ശുശ്രൂഷയാൽ കുഴങ്ങിയിട്ട് അടുക്ക വന്ന്, കർത്താവേ, എൻ്റെ സഹോദരി ശുശ്രൂഷയ്ക്ക് തനിച്ച് എന്നെ വിട്ടിരിക്കുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? എന്നെ സഹായിക്കുവാൻ അവളോട് കൽപ്പിച്ചാലും എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഒരുപക്ഷെങ്കിൽ ഭക്ഷണം കുക്ക് ചെയ്യുന്ന ശുശ്രൂഷയായിരിക്കാം മാർത്ത ചെയ്തുകൊണ്ടിരിക്കുന്നത്. യേശുവുണ്ട്, 12 ശിഷ്യന്മാരുണ്ട്, കൂടെ സ്ഥിരം യാത്ര ചെയ്യുന്ന അനേക ആളുകളുണ്ട്. നമുക്കറിയാം, ഒരു വീട്ടിൽ ഒരു 3 പേര് വന്നാൽ തന്നെ നമുക്ക് എത്രമാത്രം കഷ്ടപ്പാടുണ്ട്. സഹോദരിമാർക്കൊക്കെ വളരെ കൃത്യമായിട്ട് അറിയാം. അപ്പൊ ഒരു കൈസഹായം കിട്ടിയില്ലെങ്കിൽ എന്തുമാത്രം ടെൻഷൻ ഉണ്ടാവും അല്ലേ? അപ്പൊ ആകെപ്പാടെ സഹായിക്കാനുള്ളത് സഹോദരി മറിയ. പക്ഷെ നോക്കിയപ്പം അവിടെ കർത്താവും ശിഷ്യന്മാരും വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോണ്ട് നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ കുത്തിയിരിക്കുകയാണ് മറിയ. മാർത്തയ്ക്ക് അങ്ങ് ടെൻഷൻ കയറുകയാണ്. കാരണം ഇതെല്ലാം ചെയ്യുമ്പോൾ ഒരു കൈസഹായം അവർക്ക് ചെയ്താൽ എന്നെ കുഴപ്പം എന്നുള്ള ഒരു വലിയ ടെൻഷൻ മാർത്തയുടെ മനസ്സിൽ ഉണ്ടാവുകയാണ്. അവസാനം ആ ടെൻഷൻ കയറി അവസാനം പൊട്ടിത്തെറിച്ചു. കർത്താവിൻ്റെ അടുക്കൽ തന്നെ വന്ന് പരാതി പറഞ്ഞു. എന്താ പറഞ്ഞു? കർത്താവേ, നിനക്ക് വിചാരമില്ലയോ? നീ ഇതൊന്നും കാണുന്നില്ലേ? ഞാൻ കഷ്ടപ്പെടുകയാണ്, ഇവളിവിടെ ഇരിക്കുകയാണ്, നിനക്കൊന്ന് പറഞ്ഞു വിട്ടാൽ എന്നാ കുഴപ്പം? നോക്കുക, നമ്മുടെ മനസ്സിൽ തിങ്ങി വരുന്ന ഒരു വിചാരം, ആ വിചാരം ഒരുപക്ഷെങ്കിൽ സ്നേഹത്തെ കവർന്നു കളയുവാനായിട്ട് സാധ്യതയുണ്ട്. കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് പൂർണ്ണ ഹൃദയത്തോടെയുള്ള സ്നേഹമാണ്. പക്ഷെങ്കിൽ മാർത്ത കർത്താവിന് വേണ്ടിയാണ് ഈ ശുശ്രൂഷ എല്ലാം ചെയ്യുന്നത്. മാർത്ത സ്നേഹത്തോടെയാണ് ആ ശുശ്രൂഷ ചെയ്യുന്നതെങ്കിൽ, ആരും സഹായിച്ചില്ലെങ്കിലും എനിക്ക് എൻ്റെ കർത്താവിനെ ശുശ്രൂഷിക്കാനാണ്, അതുകൊണ്ട് എത്ര കഷ്ടപ്പെട്ടാലും ഞാനത് ചെയ്യും എന്നുള്ള ഒരു നല്ല മനോഭാവത്തിൽ ചെയ്യുവാനായിട്ട് കഴിയുമായിരുന്നു. പക്ഷെ മാർത്ത ശുശ്രൂഷിക്കുന്നുണ്ട്, പക്ഷെങ്കിൽ ആ ശുശ്രൂഷയുടെ വില പോകാനുള്ള കാരണം ആ ശുശ്രൂഷയിൽ ഒരു ആകുല ചിന്ത കയറി വരികയാണ്, ഒരു കമ്പാരിസൺ കയറി വരികയാണ്. ഞാൻ ചെയ്യുന്ന കാര്യം ഇന്ന ആൾ ചെയ്യുന്നില്ല, ഞാൻ ചെയ്യുന്നത് പോലെ അല്ല മറ്റേ ആൾ ചെയ്യുന്നത്, എനിക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെങ്കിൽ അവർക്ക് സഹായിച്ചാൽ എന്താണ് കുഴപ്പം? പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. നമ്മളൊക്കെ പല കാര്യങ്ങൾ ചെയ്യാറുണ്ട്, പക്ഷെ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ മറ്റുള്ളവരെ കമ്പയർ ചെയ്യും. ഞാൻ ചെയ്യുന്നത് പോലെ അത്രയും കൃത്യമായി അവർ ചെയ്യുന്നില്ല, ഞാൻ ചെയ്യുന്നത് പോലെയുള്ള പ്രവർത്തനങ്ങൾക്ക് അവർ ചുമൽ കൊടുക്കുന്നില്ല. ഇങ്ങനെ ഒരു കമ്പാരിസൺ വരുമ്പോൾ, ഇങ്ങനെ ഒരു ആകുലം വരുമ്പോൾ, ഇങ്ങനെ ഒരു കുഴപ്പങ്ങൾ വരുമ്പോൾ അവിടെ നമ്മുടെ സ്നേഹം ചോദ്യം ചെയ്യപ്പെടുകയാണ്. കർത്താവ് സ്നേഹത്തെപ്പറ്റി പറയുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്, പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുക. അപ്പൊ ഞാൻ ഈ 4 തലങ്ങളെ ചേർത്ത് ചിന്തിച്ചപ്പോൾ മനസ്സിലാക്കി, നമ്മുടെ ഹോൾ പേഴ്സണാലിറ്റി അടങ്ങിയ ഒരു സ്നേഹമാണ് കർത്താവിന് വേണ്ടത്. പൂർണ്ണ ഹൃദയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പൂർണ്ണ തീരുമാനം, പൂർണ്ണ വികാരം എല്ലാം അതിനടങ്ങിയിരിക്കുകയാണ്. അതുപോലെ പൂർണ്ണ ആത്മാവ് എന്ന് പറയുമ്പോൾ നമ്മുടെ ശരിയായിട്ടുള്ള പേഴ്സണാലിറ്റി അതിനായിട്ട് അടങ്ങിയിരിക്കുകയാണ്. പൂർണ്ണ ശക്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ പൂർണ്ണ എനർജി കർത്താവിന് വേണ്ടി കൊടുക്കുവാനായിട്ട് നമ്മൾ തീരുമാനിക്കുകയാണ്. പൂർണ്ണ മനസ്സെന്ന് പറയുമ്പോൾ നമ്മുടെ ബുദ്ധി, നമ്മുടെ ആലോചന. അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളും കൂട്ടിയുള്ള ഒരു സ്നേഹമാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അങ്ങനെ നമ്മൾ സ്നേഹിക്കുമ്പോൾ ഒരിക്കലും നമുക്ക് ആകുലപ്പെടേണ്ട കാര്യമില്ല. കാരണം ഞാൻ ചെയ്യുന്നത് എന്തും
കർത്താവിന് വേണ്ടിയാണ്. അതുകൊണ്ട് വേറൊരാൾ സഹായിച്ചില്ല എന്നുള്ളത് എന്നെ ബാധിക്കുന്ന കാര്യമല്ല. കഷ്ടപ്പെട്ടു എന്നുള്ളത് എന്നെ ബാധിക്കുന്ന കാര്യമല്ല. കാരണം ഞാൻ ആർക്കു വേണ്ടിയാണോ അത് ചെയ്യുന്നത്, ആ ചെയ്യുന്നത് പൂർണ്ണ മനസ്സോടെ കർത്താവിന് വേണ്ടി ചെയ്യുവാനായിട്ട് ഞാൻ തയ്യാറാകും എന്ന് മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് കഴിയും. നമ്മൾ ലേഖനങ്ങളിൽ വായിക്കുന്നുണ്ട്, നിങ്ങൾ ചെയ്യുന്നത് കർത്താവിനെന്ന പോലെ പൂർണ്ണ മനസ്സോടെ ചെയ്യുക. പലപ്പോഴും കർത്താവിന് വേണ്ടി നമുക്ക് ബിസി ആയിരിക്കാൻ കഴിയും, കർത്താവിന് വേണ്ടി പല കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് കഴിയും. എന്നാൽ കർത്താവിനോടുള്ള സ്നേഹത്തിലാണോ അത് ചെയ്യുന്നത് എന്നുള്ള ഒരു ചോദ്യം നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയും. ഇവിടെ മാർത്തയുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, മാർത്ത ശുശ്രൂഷ ചെയ്തു, പക്ഷെ കർത്താവിനെ ഫോക്കസ് ചെയ്തില്ല എന്നുള്ളതാണ്. കർത്താവിനോടൊപ്പം സമയം ചെലവഴിക്കുവാനായിട്ട് ഇടയായില്ല എന്നുള്ളതാണ്. ഞാൻ ഓർക്കുന്നു, ഞങ്ങളുടെ ഭവനത്തിൽ ഞങ്ങളുടെ അവിടുത്തെ സഭയിലെ ഒരു കുടുംബം വിസിറ്റ് ചെയ്യാനായിട്ട് വന്നു. അവർ ഒരു ലാസ്റ്റ് മിനിറ്റിലാണ്, 1 മണിക്കൂർ മുമ്പാണ് പറഞ്ഞത് വരുന്നുണ്ട്, നിങ്ങളുടെ കൂടെ അല്പസമയം സ്പെൻഡ് ചെയ്യാനായിട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് വരുന്നത് കേട്ടപ്പം ഞങ്ങൾ വീടെല്ലാം ഒന്ന് ക്ലീൻ ആക്കി. അപ്പോൾ എന്താണ് അവർക്ക് കൊടുക്കേണ്ടത്, അവർ വരുമ്പം അവർക്ക് ഫുഡ് കൊടുക്കണമല്ലോ, അപ്പം അതിനുള്ള എല്ലാ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചു. അപ്പം 1 മണിക്കൂർ കഴിഞ്ഞ് വരുമെന്ന് പറഞ്ഞപ്പോൾ ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവരെത്തി. അപ്പോൾ ഞങ്ങളുടെ ഈ ഒരുക്കങ്ങളൊന്നും അങ്ങോട്ട് ഫുള്ളി തീർന്നില്ല. അപ്പോൾ അവർ വന്നു, അവരെ സ്വീകരിച്ചിരുത്തി. അപ്പോൾ തന്നെ നമ്മൾ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കൂടെ ഇവർക്ക് വേണ്ടി ഫുഡ് ഒരുക്കുന്ന കാര്യങ്ങൾ അതെല്ലാം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവസാനം വന്നു, അവർ വന്നു കഴിച്ചു മടങ്ങിപ്പോയി. പോയ വഴിക്ക് ആ സഹോദരൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സൗര, എന്തോ ഒരു ടെൻഷൻ മുഖത്തുണ്ടായിരുന്നല്ലോ, എന്തെങ്കിലും പ്രാർത്ഥിക്കാനായിട്ട് വിഷയം വല്ലതും പറയാനുണ്ടോ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇല്ല, അങ്ങനെ പ്രയാസമൊന്നുമില്ല. അല്ല, അങ്ങനെ ഒരു പ്രശ്നം എനിക്ക് തോന്നി, അപ്പം എന്തെങ്കിലും കാര്യം പ്രാർത്ഥിക്കാനോ അല്ലെങ്കിൽ ഒരു വിഷമമായിട്ടുണ്ടെങ്കിൽ പറയണം എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്, ഞങ്ങൾ അവർക്ക് വേണ്ടി അധ്വാനിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ അവരോടൊപ്പം അത്രയധികം ഹൃദ്യമായ സമയം ചെലവഴിച്ചില്ല. കാരണം അവർക്ക് വേണ്ടി അധ്വാനിക്കുന്നതിൻ്റെ തിരക്കുകൊണ്ട്, അല്ല അവർക്ക് ഫുഡ് കൊടുക്കാനുള്ള അറേഞ്ച്മെന്റുകളുടെ തിരക്കുകൊണ്ട് അവരോടൊപ്പം ഹൃദ്യമായി ഓപ്പൺ മൈൻഡഡ് ആയിട്ട് ഹൃദ്യമായി സംസാരിക്കാനുള്ള സമയം കൊടുത്തില്ല. ഇത് തന്നെയാണ് മാർത്തയ്ക്ക് സംഭവിച്ചത്. മാർത്ത അധ്വാനിക്കുന്നുണ്ട്, പക്ഷെ വീട്ടിൽ വന്നിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തു, സാക്ഷാൽ ദൈവപുത്രൻ വീട്ടിൽ വന്നിരിക്കുകയാണ്. ആ കർത്താവിൻ്റെ സാന്നിധ്യത്തിന്റെ മാധുര്യം അനുഭവിക്കുവാനായിട്ട് മാർത്തയ്ക്ക് സാധിച്ചില്ല. അപ്പൊ നമ്മൾ 2 പാഠങ്ങളാണ് ഇപ്പോൾ നമ്മൾ ചിന്തിച്ചത്. ഒന്ന്, ശുശ്രൂഷകളിൽ തിരക്ക്, ഉത്സാഹം ഒക്കെ നമുക്ക് ഉണ്ടാകാം, പക്ഷെ കർത്താവിനോടൊപ്പം സമയം ചെലവഴിക്കുന്നതിന് അത് പകരമായി തീരുന്നില്ല. രണ്ടാമത് നമ്മൾ കണ്ടുപിടിച്ച കാര്യം എന്ന് പറയുന്നത്, പൂർണ്ണ ഹൃദയ സ്നേഹവും ആകുലവും ഒന്നിച്ചു പോവുകയില്ല. നമ്മൾ കർത്താവിനോട് പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കാൻ ആഗ്രഹിച്ചാൽ, പൂർണ്ണ ഹൃദയത്തോടെയാണ് നമ്മൾ കർത്താവിൻ്റെ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ആഗ്രഹിച്ചാൽ, അതിൻ്റെ കൂട്ടത്തിൽ മറ്റൊരു ആകുല ചിന്ത ഉണ്ടാകുവാനായിട്ട് ആവശ്യം ഉണ്ടാവുകയില്ല. നമ്മളിവിടെ മറിയയെ പറ്റി ഒന്ന് ചിന്തിക്കാം. മാർത്തയുടെ കാര്യമാണ് നമ്മൾ ചിന്തിച്ചത്. മാർത്ത അധ്വാനിച്ചു, നല്ല കാര്യമാണ്. മാർത്ത കർത്താവിനെ ക്ഷണിച്ചു, അതെല്ലാം നല്ല കാര്യമാണ്. പക്ഷെ കർത്താവ് ഇവിടെ മാർത്തയെ വിമർശിക്കുകയല്ല ചെയ്തത്. നമ്മൾ ഈ ഭാഗം വായിക്കുമ്പം 41-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നുണ്ട്, കർത്താവ് അവളോട്, മാർത്തയെ മാർത്തയെ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയും ഇരിക്കുന്നു. അപ്പൊ കർത്താവ് എന്തിനെയാണ് വിമർശിക്കുക എന്നുള്ള വാക്യം ഉപയോഗിക്കുകയാണ്. കർത്താവ് വിമർശിച്ചത് മാർത്ത ചെയ്തതിനെ അല്ല. മാർത്ത നീ എന്തിനാണ് കുക്ക് ചെയ്തത്, മാർത്ത നീ എന്തിനാണ് ഇത്രയും ശുശ്രൂഷിച്ചത്, മാർത്ത നീ എന്തിനാണ് ഇത്ര അധ്വാനിച്ചത്, ഇതൊന്നും അല്ല ചോദിക്കുന്നത്. ചോദിക്കുന്ന ഒരു കാര്യം, മാർത്തയെ നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലക്കിയും ഇരിക്കുന്നു. അപ്പൊ കർത്താവ് മാർത്തയോട് അൺഫെയർ അല്ല. നമ്മൾ ആദ്യം പെട്ടെന്ന് ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ ഓർക്കും മാർത്തയോട് കർത്താവ് അത്ര നല്ലതായിട്ടല്ല സംസാരിച്ചതെന്ന് തോന്നും. പക്ഷെ ഇവിടെ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്ന ഒരു കാര്യം, കർത്താവ് മാർത്തയുടെ ശുശ്രൂഷയെ ചോദ്യം ചെയ്യുന്നേ ഇല്ല. പക്ഷെ ശുശ്രൂഷയ്ക്കിടയിൽ അവളുടെ മനസ്സിൽ വന്ന വിചാരത്തെയാണ് കർത്താവ് ചോദ്യം ചെയ്യുന്നത്. ഇവിടെ കർത്താവ് മാർത്തയെ വിളിക്കുന്ന ഒരു രീതി നമുക്ക് കാണാൻ കഴിയും. മാർത്തയെ മാർത്തയെ, ബൈബിളിൽ റിപ്പീറ്റഡ് 2 പ്രാവശ്യം ഒരു പേര് വിളിക്കുന്നതെല്ലാം ഹൃദ്യമായിട്ടുള്ള വിളിയായിട്ടാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അബ്രഹാമേ അബ്രഹാമേ, ദൈവം സ്നേഹത്തോടെ വിളിക്കുകയാണ്. ശമുവേലേ ശമുവേലേ, ദൈവം സ്നേഹത്തോടെ വിളിക്കുകയാണ്. ശൗലേ ശൗലേ, അതും സ്നേഹത്തോടെ വിളിക്കുന്നത്. അപ്പൊ ഇവിടെ മാർത്തയെ മാർത്തയെ എന്ന് വിളിക്കുമ്പം ഞാനൊരു പക്ഷെ ചിന്തിക്കുന്നത്, കർത്താവ് ഒരു ചെറിയ പുഞ്ചിരിയോടെ ആയിരിക്കാം മാർത്തയോട് പറയുന്നത്, മാർത്തയെ മാർത്തയെ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയും ഇരിക്കുന്നു.
നീ ചെയ്തത് അല്ല കുഴപ്പം, നീ എങ്ങനെ ചെയ്തു എന്നുള്ളതാണ് കുഴപ്പം. നീ ചെയ്തത് നല്ല കാര്യമാണ്, പക്ഷെ ആ ചെയ്തതിന്റെ പിന്നിൽ നിന്റെ ഹൃദയത്തിൽ വ്യാപരിച്ചതാണ് കുറവായിട്ടിരിക്കുന്നത്. എന്നിട്ട് പറയുകയാണ്, മറിയെ പറ്റി പറയുകയാണ്, എന്നാൽ അല്പമേ വേണ്ടൂ, അല്ല ഒന്ന് മതി, മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു, അത് ആരും അവളോട് അപഹരിക്കുകയുമില്ല. എന്താണ് മറിയ എടുത്ത നല്ല അംശം? മറിയ ഇവിടെ കർത്താവിനെ വിളിച്ചതായിട്ട് കാണുന്നില്ല, കർത്താവിനെ സ്വീകരിച്ച് അവിടെ ഇരുത്തിയാൽ മറ്റൊന്നും കാണുന്നില്ല. കർത്താവ് പറയുന്നത് കേൾക്കാൻ വേണ്ടി വളരെ സ്നേഹത്തോടെ കർത്താവിന്റെ കാൽക്കലിരുന്നു. നമുക്കൊരു പക്ഷേ ചോദ്യം ഉണ്ടാകാം, കുറെ പേര് കാൽക്കലിരിക്കുമ്പോൾ വേറെ കുറെ പേര് അധ്വാനിച്ചാലേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ അല്ലേ? അപ്പൊ എല്ലാവരുടെ കാൽക്കലിരിക്കാൻ പോയി കഴിഞ്ഞാൽ ആർക്കും കഴിക്കാനൊന്നും പറ്റുകയില്ല എന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടാകാം. പക്ഷെ അതല്ല ഇവിടുത്തെ കർത്താവ് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം. അതല്ല, ഈ കാര്യം ഒഴിവാക്കിയിട്ട് മറ്റേ കാര്യം ചെയ്യുന്നതിൽ അർത്ഥമില്ല. അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് പല കാര്യങ്ങൾ തീരുമാനം എടുക്കാൻ പറ്റിയില്ലെങ്കിലും ഒറ്റ കാര്യം ഒന്ന് മതി. ആ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ മസ്റ്റായിട്ടും കർത്താവ് ആഗ്രഹിക്കുന്ന കാര്യമാണ്. കർത്താവ് നമ്മളെ വിളിച്ചെങ്കിൽ, കർത്താവ് ജീവൻ തന്നെങ്കിൽ, നമ്മളെ വീണ്ടെടുത്തെങ്കിൽ, ഈ ഒരു കാര്യം കർത്താവിനോടൊപ്പം ഇരിക്കുക, കർത്താവിൽ നിന്ന് പ്രാപിക്കുക, കർത്താവിനോടൊപ്പം സമയം ചെലവഴിക്കുക, കർത്താവിനെ സ്നേഹിക്കുക എന്ന് പറയുന്ന ആ ആകത്തുകയായ ഒരു കാര്യം, അത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പണ്ട് എൻ്റെ ചെറുപ്പത്തിലാണ് ഡാനിയൽ വില്യംസ് അങ്കിൾ ഇവിടെ ഈ സഭയിൽ ഈ വേദഭാഗത്തിൽ പ്രസംഗിച്ച ഒരു ഉദാഹരണം മാത്രം ഞാൻ ഓർക്കുന്നുണ്ട്. പ്രസംഗം എന്താണെന്ന് ഓർക്കുന്നില്ല. അപ്പോൾ അങ്കിൾ അതിനെക്കുറിച്ച് പറഞ്ഞത്, അങ്കിൾ ആ കുക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഉദാഹരണം പറഞ്ഞത്, മാർത്തേ നീ ഒത്തിരി കാര്യമൊന്നും കുക്ക് ചെയ്യാൻ വേണ്ട, അല്പമേ വേണ്ടൂ, ഒരു ചമ്മന്തി മതി, മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, നീ ഒത്തിരി കാര്യം കുക്ക് ചെയ്തിട്ട് എൻ്റെ കൂടെ സമയം ചെലവഴിക്കാൻ കഴിയാതെ പോകുന്നതിലും നീ ഒരു ചെറിയ സമ്മന്തി അരച്ച് വെച്ച് ഇവിടെ വന്നിരുന്നാൽ അതാണ് എനിക്ക് സംതൃപ്തമായ കാര്യം. നോക്കുക, നമ്മുടെ പ്രയോറിറ്റി എങ്ങനെ പോകുന്നു. നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതല്ല, അതിൻ്റെ പിന്നിൽ വ്യാപരിച്ച സ്നേഹം എന്താണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ കാര്യം. മറിയെപ്പറ്റി നമ്മൾ വായിക്കുന്ന മറ്റൊരു വേദഭാഗമുണ്ട്, യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം. മറിയയുടെ നമ്മളിപ്പോൾ വായിച്ച ഭാഗത്തോട് ചേർത്ത് ചിന്തിക്കുമ്പോൾ ചില പാഠങ്ങൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. യോഹന്നാൻ സുവിശേഷം 12-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാം. യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ലാസർ പാർത്ത ബഥാനിയയിലേക്ക് യേശു പെസഹയ്ക്ക് 6 ദിവസം മുമ്പേ വന്നു. അവിടെ അവർ അവനൊരു അത്താഴം ഒരുക്കി. മാർത്ത ശുശ്രൂഷ ചെയ്തു. ലാസറോ അവനോടുകൂടെ പന്തിയിലിരിക്കുന്നവരിൽ ഒരുത്തനായിരുന്നു. അപ്പോൾ മറിയ വിലയേറിയ സ്വച്ഛജടമാംസ്യ തൈലം ഒരു റാത്തലെടുത്ത് യേശുവിൻ്റെ കാലിൽ പൂശി തൻ്റെ തലമുടി കൊണ്ട് കാൽ തുവർത്തി തൈലത്തിന്റെ സൗരഭ്യം കൊണ്ട് വീട് നിറഞ്ഞു. എന്നാൽ അവന്റെ ശിഷ്യന്മാരിൽ ഒരുത്തനായി അവനെ കാണിച്ചു കൊടുക്കാനുള്ള യൂദാ ഇസ്കരിയോത്താവ് ഈ തൈലം 300 വെള്ളിക്കാശിന് വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കാത്തത് എന്ത് എന്ന് പറഞ്ഞു. ഇവിടെയും മാർത്തയും മറിയയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മാർത്ത ഇവിടെ എന്താ ചെയ്യുന്നത്? മാർത്ത ഇവിടെ ചെയ്യുന്നത്, മാർത്ത ശുശ്രൂഷ ചെയ്തു. മാർത്തയുടെ ഒരു ക്വാളിറ്റി അതല്ലേ. മാർത്ത എവിടെയാണെങ്കിലും ശുശ്രൂഷ ചെയ്യാനായിട്ട് എപ്പോഴും റെഡിയാണ്. ഇവിടെ മാർത്തയുടെ ശുശ്രൂഷയെ വിമർശിക്കുന്നതായിട്ട് കാണുന്നില്ല. ഒരു പക്ഷെങ്കിൽ ഇപ്പോൾ ശുശ്രൂഷ ചെയ്യുമ്പോൾ മാർത്ത അന്നത്തെ പാഠം ഉൾക്കൊണ്ട് കാണും. ഞാൻ ശുശ്രൂഷ ചെയ്യുമ്പോൾ കർത്താവിനോടുള്ള സ്നേഹത്തിലാണ് ചെയ്യുന്നത്, അതുകൊണ്ട് പരാതി പറയേണ്ട, പരിഭവം പറയേണ്ട, പൂർണ്ണ ഹൃദയത്തോടെ അങ്ങ് ചെയ്താൽ മതി എന്നൊരു പക്ഷെങ്കിൽ മാർത്ത ചിന്തിച്ച് കാണും. പക്ഷെ ഇവിടെ മറിയ ചെയ്യുന്നൊരു കാര്യം, അപ്പോൾ മറിയ വിലയേറിയ സ്വച്ഛജടമാംസി തൈലം ഒരു റാത്തലെടുത്ത് യേശുവിൻ്റെ കാലിൽ പൂശി തൻ്റെ തലമുടി കൊണ്ട് കാൽ തുവർത്തി. ഈ വിലയേറിയ എന്ന് പറയുമ്പോൾ എത്ര വിലയാണെന്നുള്ളത് നമ്മൾ താഴെ കാണുന്നുണ്ട്. 300 വെള്ളിക്കാശ് എന്ന് പറഞ്ഞാൽ ഒരു മാസം കിട്ടുന്ന ശമ്പളത്തിന്റെ ആകത്തുകയാണ് അന്നത്തെ കാലത്ത്. അപ്പൊ മാർത്ത കർത്താവിന് കൊടുത്ത വില എന്താ? മറിയ കർത്താവിന് കൊടുത്ത വില എന്താണ്? തൻ്റെ സകല സമ്പാദ്യത്തെക്കാൾ വിലയുള്ളവനായി മറിയ കർത്താവിനെ കണ്ടു. നമുക്കറിയാം, ഒരു മുടി എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ ഒരു പ്രൈഡാണ് അല്ലേ. ഒരു സ്ത്രീക്ക് മുടി എന്ന് പറയുന്ന ഒരു അലങ്കാരമാണ്, ഒരു അഹങ്കാരമാണ്. പക്ഷെ മറിയ ചെയ്യുന്നത് തൻ്റെ എല്ലാ പ്രൈഡും, തൻ്റെ എല്ലാ അഹങ്കാരവും കർത്താവിൻ്റെ കാൽക്കൽ. നമുക്കറിയാം, ഒരു കാലയിൽ മുടി കൊണ്ട് തൂക്കുക എന്ന് പറയുന്നത് ഏറ്റവും അധികം ഒരാളെ അടിമപ്പെടുത്തുന്നതിന് തുല്യമാണ്. അപ്പം മറിയ കാണുന്നത്, എൻ്റെ വീട്ടിൽ വന്നിരിക്കുന്ന ഈ സാക്ഷാൽ ദൈവപുത്രൻ, ആ ദൈവപുത്രന്റെ മുമ്പിൽ ഞാൻ എത്ര
അയോഗ്യതയുള്ള ആളാണ്. എൻ്റെ വെൽത്ത്, എൻ്റെ പ്രൈഡ്, എൻ്റെ റെപ്യൂട്ടേഷൻ, ഇതൊന്നും കർത്താവിൻ്റെ മഹത്വത്തിന് മുമ്പിൽ കമ്പയർ ചെയ്യാൻ കഴിയുകയില്ല എന്ന് മറിയ പ്രൂവ് ചെയ്യുകയാണ്. ഇവിടെ നമ്മൾ കാണുന്നത് കർത്താവ് മറിയയെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. 7-ാം വാക്യത്തിൽ, യേശുവോ അവളെ വിടുക, എൻ്റെ ശവസംസ്കാര ദിവസത്തിനായി അവൾ ഇത് ചെയ്തു എന്നിരിക്കട്ടെ. ദരിദ്രന്മാർ എല്ലായ്പ്പോഴും അടുക്കലുണ്ടല്ലോ, ഞാൻ എല്ലായ്പ്പോഴും അടുക്കലില്ലതാനും. നോക്കുക, ആ മറിയയുടെ ശുശ്രൂഷയും അല്ല മറിയ ചെയ്ത ആ സ്നേഹത്തെയും കർത്താവ് മാനിക്കുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ഒന്നാമത് നമ്മൾ കണ്ടത് മറിയ അവിടെ ചെയ്തത്, മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു, അത് ആരും അവളോട് അപഹരിക്കുകയുമില്ല. എന്ന് പറഞ്ഞാൽ നിത്യമായി വാല്യൂ ഉള്ള, അല്ലെങ്കിൽ എന്നും ദൈവം മാനിക്കുന്ന, ദൈവത്തിൻ്റെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് മറിയ സമയം ചെലവഴിക്കുകയാണ്. മാത്രമല്ല, കർത്താവിൻ്റെ മഹത്വത്തിന് മുമ്പിൽ താൻ ഒരു അടിമയാണ് എന്ന് ചിന്തിക്കുന്ന ഒരു മനോഭാവം മറിയ അവിടെ പുലർത്തുകയാണ്. ഒരുപക്ഷെങ്കിൽ ഈ ആദ്യത്തെ ഭാഗത്ത് കർത്താവ് ചെയ്ത അത്ഭുതങ്ങൾ ഒരുപക്ഷെങ്കിൽ മറിയ കണ്ടിട്ടുണ്ടാകാം. എന്നാൽ ഈ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ തൻ്റെ സ്വന്തം സഹോദരൻ മരിച്ചു, 4 ദിവസമായി നാറ്റം വെച്ചു, ആ വ്യക്തിയെ ഉയർപ്പിച്ച് മടക്കിക്കൊണ്ടുവന്ന ഈ മഹാനായ സർവശക്തനായ ദൈവപുത്രൻ. ഞാൻ പണ്ട് ഡോക്ടർ ഷിവിച്ചാനോട് ചോദിച്ചൊരു ചോദ്യം ഞാൻ ഓർക്കുന്നില്ല, ഷിവിച്ചാൻ ഓർക്കുന്നുണ്ടോന്ന് അറിയില്ല. ഞാൻ പറഞ്ഞു, ഈ ഒരാൾ മരിച്ചു കഴിഞ്ഞ് 4 ദിവസമാകുമ്പോൾ ശരീരത്തിൻ്റെ എല്ലാ കോശങ്ങളും എല്ലാം ജീർണിക്കും, എന്ന് പറഞ്ഞാൽ ശരീരഘടനയൊന്നും ഇല്ലാതായിത്തീരും. അപ്പം ആ കർത്താവ് ലാസറെ പുറത്തു വരിക എന്ന് പറയുന്ന ഒരൊറ്റ വാക്കിൽ മെഡിക്കലി എന്തെല്ലാം കാര്യങ്ങൾ റിവേഴ്സായിട്ട് സംഭവിച്ചു എന്ന് എഴുതിത്തരാമെന്ന് ചോദിച്ചു. അപ്പം ഷിവിച്ചാൻ പറഞ്ഞു, അത് ഉടനെ ഒന്നും എഴുതി തീരുകയില്ല, ഒത്തിരി വർഷങ്ങളെടുക്കും. കാരണം ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളും നശിച്ചു പോയതിനെ തിരിച്ച് റീകൺസ്ട്രക്ട് ചെയ്ത കാര്യം എഴുതാൻ കഴിയില്ല. ക്ഷമിച്ചാൽ ഓർക്കുന്നുണ്ടെന്ന് അറിയില്ല, ഞാനൊരു ട്രാക്ട് പോലെ ആക്കാൻ വേണ്ടി അന്ന് ചോദിച്ചതാണ്. നോക്കുക, 4 ദിവസമായി ഒരു ശരീരത്തിൻ്റെ എല്ലാ ഘടനകളും അഴുകി ജീർണിച്ച് നമ്മുടെ ആന്തരിക അവയവങ്ങളെല്ലാം ഇല്ലാതായി, അതെല്ലാം ഒറ്റ വാക്കിൽ റീക്രിയേറ്റ് ചെയ്തിട്ട് ഒരു വ്യക്തിയെ പുറത്തു കൊണ്ടുവന്നിരിക്കുക. അപ്പൊ ആ ശക്തി കണ്ടിട്ട് മറിയ പറയുകയാണ്, ഈ കർത്താവേ, അങ്ങയുടെ മുമ്പിൽ നിൽക്കാൻ ഞാൻ യോഗ്യയില്ല. അങ്ങയുടെ മുമ്പിൽ എൻ്റെ ധനം, എൻ്റെ പ്രൈഡ്, അതുപോലെ എൻ്റെ റെപ്യൂട്ടേഷൻ, ആളുകൾ ഒരുപക്ഷെ എന്നെ നിന്ദിക്കുമായിരിക്കും, ഈ ഇവളെന്നെ കാണിക്കുന്ന കാലനാണ് തലോടി ഇട്ട് നോക്കുന്നത് എന്നൊക്കെ ചിലപ്പോൾ ചോദിക്കുമായിരിക്കും. പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്യാതെ കർത്താവിൻ്റെ കാൽക്കൽ അടിയറ വയ്ക്കുന്ന മറിയെ കാണുവാനായിട്ട് കഴിയും. ഞാൻ ആദ്യം പറഞ്ഞു തുടങ്ങിയത് നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിൽ തീരുമാനങ്ങൾ എടുക്കുന്നതിനെ പറ്റിയാണ്. നമ്മൾ തീരുമാനങ്ങൾ എടുക്കും, അത് നമ്മൾ മറന്നുപോകും. പക്ഷേ ഈ ഒരു ഒറ്റ കാര്യം നമ്മളൊന്ന് തീരുമാനം എടുത്തു നോക്കി, കർത്താവ് എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാന സ്നേഹമായിട്ട് അവിടുത്തെ ഞാൻ എപ്പോഴും എൻ്റെ ഹൃദയത്തിൽ വയ്ക്കും. ദാവീദ് 16-ാം സംഗീതത്തിൽ പറയുന്നുണ്ട്, ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു, അവൻ എൻ്റെ വലതുഭാഗത്തുള്ളതുകൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകുകയില്ല. അതുകൊണ്ട് എൻ്റെ ഹൃദയം സന്തോഷിച്ച് എൻ്റെ മനസ്സ് ആനന്ദിക്കുന്നു, എൻ്റെ ജഡവും നിർഭയമായി വസിക്കും. എൻ്റെ മുമ്പിൽ എപ്പോഴും യഹോവ, എൻ്റെ വലതുഭാഗത്ത് എപ്പോഴും യഹോവ. അപ്പോൾ നമുക്ക് മറ്റെല്ലാ തീരുമാനങ്ങളെയും മറക്കാം. ഞാൻ എന്ത് ചെയ്താലും, ഞാൻ എങ്ങനെ ചെയ്താലും എൻ്റെ ജീവിതത്തിൻ്റെ പ്രധാന ഫോക്കസ് എൻ്റെ കർത്താവാണ്. കർത്താവിനോടൊപ്പം ഞാൻ സമയം ചെലവഴിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. കർത്താവിനോടൊപ്പം സമയം ചെലവഴിക്കുന്നു, കർത്താവിനോടൊപ്പം അധ്വാനിക്കുന്നു. ഇതെല്ലാം ചെയ്യുമ്പോൾ മറ്റുള്ളവരുമായിട്ട് ഞാൻ എന്നെ കമ്പയർ ചെയ്യാനായിട്ട് ശ്രമിക്കില്ല. മറ്റുള്ള ആളുകൾ ചെയ്താലും കൊള്ളാം, ചെയ്തില്ലെങ്കിലും കൊള്ളാം, പക്ഷേ ഞാൻ ചെയ്യുന്നത് കർത്താവിനോടുള്ള സ്നേഹത്തിലായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ശുശ്രൂഷകളെക്കുറിച്ച് പറയുമ്പോൾ നമ്മളൊക്കെയും അനേക ശുശ്രൂഷകൾ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ സ്പിരിച്വലി ആത്മീയമായിട്ടുള്ള ശുശ്രൂഷകൾ പബ്ലിക്കായിട്ട് ചെയ്യുന്നവരുണ്ടാകാം, അല്ലെങ്കിൽ ഫിസിക്കലായിട്ടുള്ള ശുശ്രൂഷകൾ പുറകിൽ നിന്ന് ചെയ്യുന്നവരുണ്ടാകാം. എല്ലാ ശുശ്രൂഷകളും ദൈവം മാനിക്കുന്നതാണ്. നമ്മൾ വായിക്കുന്നുണ്ട്, ഒരു പാത്രം വെള്ളം ശിഷ്യനെന്ന് വെച്ച് കൊടുത്താലും അതിന് പ്രതിഫലം ലഭിക്കാതെ പോകുകയില്ല. എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ ശുശ്രൂഷകൾക്ക് വരെ ദൈവസന്നിധിയിൽ വിലയുണ്ട്. മാർത്തയോട് ഈ പറഞ്ഞ കാര്യത്തിൽ ഒരിക്കലും ശുശ്രൂഷകൾക്ക് വിലയില്ല എന്നുള്ളതല്ല പറഞ്ഞത്. ശുശ്രൂഷകൾ ചെയ്യുമ്പോൾ അതിന് പിന്നിലെ സ്നേഹത്തിനാണ് വില. വെള്ളം കൊടുക്കുമ്പോൾ പ്രതിഫലമൊന്നുമല്ല, ശിഷ്യനെന്ന് വെച്ച് കൊടുക്കുമ്പോഴാണ് പ്രതിഫലം, അല്ലേ? ആ വെള്ളം കൊടുക്കുന്നതിന് പിന്നിൽ ഇവൻ കർത്താവിൻ്റെ ശിഷ്യനാണ് എന്ന് വെച്ച് കൊടുക്കുമ്പോഴാണ് അതിന് പ്രതിഫലം ഉണ്ടാകും. അപ്പൊ കർത്താവിനെ എന്ന പോലെ, കർത്താവിനെ ഫോക്കസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്താലും അതിനെല്ലാം ദൈവം പ്രതിഫലം നൽകും. നമ്മുടെ ഈ ഒരു വർഷം എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു തീരുമാനത്തോടുള്ള ബന്ധത്തിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയാണ്. നമുക്ക് ഒറ്റ തീരുമാനം എടുക്കാം, അല്പമേ വേണ്ടു, അല്ല ഒന്ന് മതി. നല്ല അംശം നമുക്ക് തിരഞ്ഞെടുക്കാം. ആ നല്ല അംശം എന്ന് പറയുന്നത്, കർത്താവിനോടൊപ്പം ഞാൻ ഓരോ ദിവസവും അല്പം സമയം ചെലവഴിക്കും.
നമ്മളതിനെ ചിലപ്പോൾ ക്വൈറ്റ് ടൈമിലുള്ള ശാന്ത സമയം എന്ന് പറയും, അല്ലെങ്കിൽ നമ്മൾ ദൈവവചനം ധ്യാനിക്കുന്ന സമയം എന്ന് പറയും, ദൈവത്തോടൊപ്പം സ്പെൻഡ് ചെയ്യുന്ന സമയം എന്ന് പറയും. എങ്ങനെ പേര് വിളിച്ചാലും കുഴപ്പമില്ല, ഒരു ദിവസം ഞാൻ എത്ര സമയം കർത്താവിനോടൊപ്പം ചെലവഴിക്കും? എൻ്റെ ജീവിതത്തിൽ ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോൾ ഞാൻ കർത്താവിനോട് കൂടിയാണ് ഡ്രൈവ് ചെയ്യുന്നത് എനിക്ക് ചിന്തിക്കാൻ കഴിയുമോ? എൻ്റെ ജീവിതത്തിൽ ഞാൻ കിച്ചണിലായിരിക്കുമ്പോൾ, ഞാൻ കുക്ക് ചെയ്യുമ്പോൾ ഞാൻ കർത്താവിനോട് ചേർന്നാണ് കുക്ക് ചെയ്യുന്നത് എന്ന് പറയാൻ കഴിയുമോ? ഞാൻ എൻ്റെ ജോലി സ്ഥലത്തായിരിക്കുമ്പോൾ ഞാൻ കർത്താവിനോട് ചേർന്നാണ് ജോലി ചെയ്യുന്നത് എന്ന് പറയാൻ കഴിയും? ഞാൻ സ്കൂളിൽ പോകുമ്പോൾ, കോളേജിൽ പോകുമ്പോൾ ഞാൻ കർത്താവിനോട് ചേർന്നാണ് പോകുന്നത് എന്ന് പറയാൻ കഴിയുമോ? അങ്ങനെ പറയാൻ കഴിയുന്നെങ്കിൽ കർത്താവ് അത് മാനിക്കും. അതിന് നിത്യതയോളം വാല്യൂ ഉണ്ടാകും. ദൈവം വിലമതിക്കുന്ന ഒരു ജീവിതത്തിന് ഉടമയായി തീരുവാനായിട്ട് നമുക്ക് സാധിക്കും. ഈ ഒരു ഒറ്റ ചിന്ത നമ്മുടെ ഹൃദയത്തെ മതിക്കട്ടെ. അല്പമേ വേണ്ടൂ, അല്ല ഒന്ന് മതി. ആ നല്ല അംശം നമുക്ക് തിരഞ്ഞെടുക്കാം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.